ദ്രൗപദിയുടെ സ്വയംവരമാണ്. ഒത്തിരി രാജാക്കന്മാർ, കെങ്കേമന്മാർ, രാജകുമാരന്മാർ പങ്കെടുക്കാൻ പോകുന്ന സ്വയംവരം. ഒരുപാട് പേര് കാത്തിരിക്കുന്ന, ഒരുങ്ങിയിരിക്കുന്ന സ്വയംവരം. ആരും അറിയാതെ ഈ സ്വയംവരത്തിന് പങ്കെടുക്കുവാനായിട്ട് ഒരാൾ തയ്യാറെടുക്കുകയാണ്. ഇങ്ങനെ ഒരാൾ തയ്യാറെടുക്കുന്നത് ആരും അറിയുന്നില്ല. മറ്റാരുമല്ലത്, ഒരു യുദ്ധം പോലും തോറ്റിട്ടില്ലാത്ത, ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെട്ടിട്ടില്ലാത്ത ഇന്ദ്രപുത്രനായ സാക്ഷാൽ അർജുനൻ. അർജുനനും ഈ സ്വയംവരത്തിന്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ്. മത്സരം കടുത്തതാണ്, അതികഠിനമാണ്. അർജുനൻ ഫുൾ ആത്മവിശ്വാസത്തിലാണ്, പരിപൂർണ ആത്മവിശ്വാസത്തിലാണ്. മത്സരത്തിന്റെ രീതി ഇങ്ങനെയാണ്: ഒരു വലിയ സ്തൂപം, ഉയർന്ന സ്തൂപം, അതിന്റെ മുകളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രം, അതിന് മുകളിൽ കൃത്രിമമായിട്ടുള്ള ഒരു മത്സ്യം. ആ മത്സ്യത്തിന്റെ കണ്ണിൽ കൊള്ളിക്കണം അസ്ത്രം. അതും നേരിട്ട് കൊള്ളിച്ചാൽ പോരാ, താഴെയുള്ള വെള്ളത്തിൽ, ജലത്തിൽ നോക്കിയിട്ട് വേണം ഈ കൃത്രിമ മത്സ്യത്തിന്റെ കണ്ണിൽ അസ്ത്രം കൊള്ളിക്കാൻ. അതും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിനിടയിലൂടെ വേണം അസ്ത്രം പോവാൻ. കുറച്ച് കഠിനമായ മത്സരമാണ്. ഇതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് സാക്ഷാൽ അർജുനൻ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, എന്തിനാ ഇത്ര പരിഭ്രമിക്കണേ? ഒരു യുദ്ധം പോലും തോറ്റിട്ടില്ലാത്ത നിനക്ക് ഇത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ലേ? അല്പം പിരിമുറുക്കത്തിലായിരുന്ന അർജുനൻ ഒരല്പം അസ്വസ്ഥതയോടുകൂടി കൃഷ്ണനോട് പറഞ്ഞു, ഇതെല്ലാം ഞാനാണല്ലോ ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ മത്സരത്തിൽ ഞാൻ തന്നെയാണല്ലോ പങ്കെടുക്കേണ്ടത്. ഞാൻ ഒറ്റയ്ക്ക് പങ്കെടുക്കേണ്ട ഒരു മത്സരമാണ്. അപ്പൊ പിരിമുറുക്കം ഉണ്ടാവാതിരിക്കുമോ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അർജുന, എല്ലാം നീ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിനക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് അർജുന, അത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ അർജുനൻ ചോദിച്ചു, ഈ മത്സരത്തിൽ, എല്ലാം ഞാൻ ചെയ്യേണ്ട ഈ മത്സരത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്താണുള്ളത് കൃഷ്ണ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്ന മനോഹരമായിട്ടുള്ളൊരു മറുപടിയാണ്, അർജുന, നീ ആ അസ്ത്രം മത്സ്യത്തിന്റെ കണ്ണിൽ കൊള്ളിക്കേണ്ടത് നേരിട്ടല്ലല്ലോ, താഴെയുള്ള ജലത്തിൽ നോക്കിയിട്ടല്ലേ. അർജുന, നിനക്ക് വേണ്ടി നിനക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ചെയ്യും. മറ്റൊന്നുമല്ല, ആ ജലം ഞാൻ ഇളകാതെ സൂക്ഷിക്കും അർജുന. അതാണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യം. ഇതൊരു മനോഹരമായിട്ടുള്ള കഥയാണ്. അതിന്റെ സന്ദേശം അതിമനോഹരമാണ്. ജീവിതത്തിൽ ശ്രമം മുഴുവനും നമ്മളുടെ ഭാഗത്താണ്, 99%. പക്ഷെ 1% ഉണ്ടല്ലോ, അതൊരു അനുഗ്രഹമാണ്. ആ ശ്രമം വിജയിക്കാൻ വേണ്ടത് ഒരു കൃപയാണ്, ഒരു ദൈവാധീനമാണ്, ഒരു ഗുരുത്വമാണ്. ആ 1% ഒരിക്കലും നമ്മളുടെ കയ്യിലല്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഫുട്ബോളിൽ പന്ത് പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോകും, ചിലപ്പോൾ പോസ്റ്റിൽ തട്ടി അകത്തോട്ട് പോകും. അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ പറയും കളിക്കാരൻ്റെ ഭാഗ്യം, ആ രാജ്യത്തിൻ്റെ ഭാഗ്യം എന്ന്. പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ നിർഭാഗ്യം എന്ന്. ഇതിനെ ഭാഗ്യമെന്നല്ല വിളിക്കേണ്ടത്. ഇതാണ് കൃപയുടെ 1%. ആ കൃപയുള്ളപ്പോഴാണ് പലപ്പോഴും ജീവിതം വിജയിക്കുന്നത്. താങ്ക് യു.